അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കണ്ണേറ് എന്നുള്ളത് വളരെ കൂടുതൽ പേടിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം കണ്ണേറ് ഇസ്ലാം അംഗീകരിച്ചൊരു വിഷയമാണ്. അതൊരു തമാശക്കളിയല്ല, അതൊരു യാഥാർത്ഥ്യമാണ്. കണ്ണേറ് മറ്റൊരാളുടെ കണ്ണേറ് ഏൽക്കാതിരിക്കാൻ വേണ്ടി നാം ശ്രദ്ധിക്കുക എന്നുള്ളത് നാം വളരെ കൂടുതൽ കണക്കിലെടുക്കേണ്ട ഒരു വിഷയമാണ്. പ്രത്യേകിച്ചും നമ്മുടെ ചെറിയ കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് കണ്ണേറ് തട്ടുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആ കുട്ടികൾക്ക് കണ്ണേറ് തട്ടാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ഇന്ന് ഞാൻ പറയുന്നത്. സാധാരണ നമ്മുടെ വീഡിയോയിൽ ധാരാളം വിഷയങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്. ഒരുപാട് പ്രശ്നങ്ങൾക്കും വിഷമങ്ങൾക്കും പരിഹാരത്തിനുള്ള പല കാര്യങ്ങളും പറയാറുണ്ട്. പക്ഷെ ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് അത് മാത്രമാണ് പരിഹാരം, അല്ലെങ്കിൽ ആ ദിക്ർ മാത്രമാണ് അതിനൊരു പരിഹാരം എന്ന് ആരെങ്കിലും ധരിച്ചു പോകരുത്. മറിച്ച് ധാരാളം അതിനുള്ള വഴികളും ദിക്റുകളും ഖുർആനുകളും ആയത്തുകളൊക്കെ ഉണ്ട്. അതിൽ ഓരോന്നോരോന്നുമായി നാം ഇങ്ങനെ ഓരോ വീഡിയോയിൽ പറയുന്നു എന്ന് മാത്രം. അതുകൊണ്ട് പൂർണ്ണമായും നിങ്ങൾ ഓരോ ദിവസവും ഇൻഷാ അല്ലാഹ് നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ വ്യത്യസ്തമായ ദിക്റുകളും മറ്റുള്ള അറിവുകളും നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പറയാനൊക്കെ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് അങ്ങനെയുള്ള ചില പ്രത്യേകമായ വിഷയങ്ങൾ ആവശ്യമാണെങ്കിൽ അതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഏതായാലും എന്ത് അഭിപ്രായമാണെങ്കിലും നിങ്ങൾ കമൻറ്റിലൂടെ അറിയിച്ചാൽ മതി. അള്ളാഹു നമ്മുടെ എല്ലാ കാര്യത്തിലും അവൻ്റെ പ്രത്യേകമായ തൗഫീക്കും ധാരാളം ഇൽമുകൾ കരസ്ഥമാക്കാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. ഏതായാലും കുട്ടികൾക്ക് കണ്ണേറ് തട്ടാതിരിക്കാൻ വേണ്ടി, കുട്ടികൾക്കാണ് കണ്ണേറ് തട്ടുക പെട്ടെന്ന്, അത് ഏൽക്കാതിരിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ദുആണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഏതാണത്? പ്രത്യേകിച്ചും ഉമ്മമാർ. കാരണം ചെറിയ കുട്ടികളാകുമ്പോൾ ഉമ്മമാരാണ് എപ്പോഴും അവരുടെ കൂടെ ഉണ്ടാവുക. അതുകൊണ്ട് ആ ഉമ്മമാർ, കുട്ടിയുടെ ഉമ്മ ഈ ദുആ പതിവാക്കുക. പ്രത്യേകിച്ചും എപ്പോഴും കുട്ടികൾക്ക് കണ്ണേറ് ഏൽക്കാതിരിക്കാനുള്ള മന്ത്രങ്ങളും ഖുർആനുകളും ആയത്തുകളും അതൊക്കെ മന്ത്രിച്ച് ഓതുക. അങ്ങനെ ഏറ്റവും കൂടുതൽ പലപ്പോഴും നമ്മുടെ ഉമ്മമാർക്ക് ടെൻഷൻ ഉണ്ടാവാറുള്ളത് കുട്ടികൾക്ക് സുഖമില്ലാതെ വന്നാലാണ്. അത് സ്വാഭാവികമാണ്. കുട്ടികൾക്കൊരു അസുഖം വന്നാൽ വല്ലാത്തൊരു ടെൻഷനാണ്. അതുകൊണ്ട് അസുഖം വന്നതിന് ശേഷം ചികിത്സിക്കുന്നതിനേക്കാളും ഇത്തരം അസുഖങ്ങൾ വരാതിരിക്കാൻ വേണ്ടി, കൂടുതലും കണ്ണേറ് കൊണ്ട് കുട്ടികൾക്ക് പല അസുഖങ്ങളും വരാൻ സാധ്യതയുണ്ട്. അതൊന്നും വരാതിരിക്കാൻ അതിനു മുമ്പ് തന്നെ മന്ത്രങ്ങളും ഖുർആൻ ഓത്തുകളും ഞാൻ മുമ്പ് ഏതോ ഒരു വീഡിയോയിൽ പറഞ്ഞതായിട്ട് ഓർക്കുന്നുണ്ട്. കണ്ണേറ് തട്ടാതിരിക്കാൻ വേണ്ടി ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ഒക്കെ കുട്ടികൾക്ക് മന്ത്രിച്ച് ഓതൽ വളരെ ഉപകാരം ചെയ്യും. അതോടൊപ്പം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു മന്ത്രമാണ്, ഒരു പ്രധാനപ്പെട്ട ഒരു ദുആണ്. അപ്പോൾ ഇതും കൂടി എപ്പോൾ നാം പതിവാക്കുക. അള്ളാഹുവിനോട് എപ്പോഴും ദുആ ചെയ്യുക. നമ്മുടെ മക്കൾക്ക് കണ്ണേറൊന്നും തട്ടാതിരിക്കാൻ വേണ്ടി അത് നാം ശ്രദ്ധിക്കണം, പ്രത്യേകം ശ്രദ്ധിക്കണം. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെയും നന്നാക്കി തരുമാറാവട്ടെ. നമുക്ക് കൺകുളിർമയാകുന്ന നല്ല മക്കളാക്കി അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെയും വളർത്തി തരുമാറാവട്ടെ. ഞാൻ ഇന്ന് പറയുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹസ്സൻതുക്കും ബിൽ ഹയ്യിൽ ഖയ്യൂമില്ലദീ ലാ യമൂതു അബദാ വദഫഅതു അൻകുമുസ് സൂഅ ബിലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അദീം. ഹസ്സൻതുക്കും ബിൽ ഹയ്യിൽ ഖയ്യൂമില്ലദീ ലാ യമൂതു അബദാ വദഫഅതു അൻകുമുസ് സൂഅ ബിലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അദീം. ഇതിങ്ങനെ പതിവാക്കൽ
കുട്ടികൾക്ക് കണ്ണേർ തട്ടാതിരിക്കാൻ വേണ്ടി, അതല്ലെങ്കിൽ കുട്ടികൾക്ക് കണ്ണേർ ചില ആളുകൾ ഞാൻ പ്രത്യേകം പേടിക്കാറുണ്ട്. ചില ആളുകളുടെ കണ്ണേർ പെട്ടെന്ന് ഏൽക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ആളുകളെ കണ്ടാൽ, അങ്ങനെയുള്ള ആളുകളിൽ നിന്ന് നമ്മുടെ കുട്ടികൾക്ക് കണ്ണേർ തട്ടാൻ സാധ്യതയുള്ള ഒരു സാഹചര്യം ഉണ്ടായാൽ ഇത് പ്രത്യേകം ദുആ ചെയ്യുക, അള്ളാഹുവിനോട് ദ്വാരക്കുക, ഈ ദിക്ർ ആവർത്തിക്കുക. ഇൻഷാ അല്ലാഹ് അതിൻ്റെതായ ഫലം അള്ളാഹു നമുക്ക് കാണിച്ചു തരും. നമ്മുടെ മക്കൾക്ക് കണ്ണേറൊന്നും തട്ടാതെ നിനക്ക് തന്നെ വളരെ നല്ല നിലക്ക് സന്തോഷമുണ്ടാകും. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മക്കളേക്കും അള്ളാഹു നല്ല സ്വാലിഹീങ്ങളാക്കി തരട്ടെ. എല്ലാ കഴിവുകളും അള്ളാഹു നമ്മുടെ മക്കൾക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.